അലീന ആരാണെന്ന് നമുക്കറിയാം. പക്ഷേ അവള് ബാലേന്ദ്രന്റെ മകളാണെന്ന മട്ടിലെ നമ്മൾ പെരുമാറാവും. വൈജയുടെ ആവലാതികളെല്ലാം ഈ ചെവി കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നിട്ട് ഈ ചെവിയിലൂടെ അവഗണിച്ച് തള്ളിയേക്കണം. അവളുടെ കൂടെ ഉറച്ചു നിൽക്കണം. സപ്പോർട്ട് മുഴുവൻ മറുവശത്ത് കൊടുക്കണം. അവള് ചിലപ്പോ ഡിവോഴ്സിന് പോയി കളയും. അതാ പ്രശ്നം. ബെഡീന്ന് എണീക്കണ്ടേ? സമയമുണ്ടല്ലോ. അലീനയെ കടപ്പാട്ടൂരിന്ന് മാറ്റാൻ ബാലേന്ദ്രൻ സമ്മതിച്ചിട്ടില്ലല്ലോ. സമയം എടുക്കും രാജീവേ. പിള്ളേരെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അവരുടെ പോക്കും വരവും ഫ്രണ്ട്ഷിപ്പും എല്ലാം. മാതാപിതാക്കൾ പരസ്പരം വഴക്കടിക്കുമ്പോ മക്കൾ ഏതെങ്കിലും ഒരു കക്ഷി ചേർന്ന് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കും. മദ്യം, മയക്കുമരുന്ന്, പ്രേമം, കാമം, മൈൻ കുഴിച്ചിട്ടിരിക്കുന്ന പോലെ കുഴിച്ചിട്ടിരിക്കുക ഇവര് പോണ വഴിക്കെല്ലാം. സൂക്ഷിച്ചില്ലെങ്കിൽ തെങ്ങേട്ടം പോയാലും ഇടയ്ക്കെല്ലാം വരണം കേട്ടോ. ഒരു കാര്യം പറയാൻ പറ്റും. അമ്മയുടെ കാര്യം. അമ്മയ്ക്കൊരു കൈത്താങ്ങ് കിട്ടിയാ എഴുന്നേറ്റ് നടക്കാം. ആ പിള്ളേരെ കൊണ്ടുവിടുമ്പോ ശിവൻ അമ്മയെ കൂടി കൊണ്ടുവിട്ടേക്ക്. അവൾക്കറിയാലോ ആരാണെന്നും എന്താണെന്നും. അമ്മയ്ക്കല്ലേ അറിയാത്തത്. അല്ലെങ്കിലും അമ്മയെ അവള് നല്ലപോലെ നോക്കിക്കോളും. സത്യം പറഞ്ഞ ആ കുടുംബം നേരെ ചൊവ്വയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളേ ഉള്ളൂ. അത് അലീനയെ. അവളെ അതിൽ നിന്ന് ഒഴിവാക്കി വിടേണ്ട ഗതികേടില്ല നമ്മളിപ്പോ നിൽക്കുന്നത്. എന്തൊരു അസംബന്ധമാണെന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോ ആർക്കാ തെറ്റുപറ്റിയത്? നമുക്കാണോ അത് വൈജിക്കാണോ? അച്ഛനും രാവണിയമ്മാവനുമാണ് കുറ്റക്കാരൻ. അലീനയാണോ? ആലോചിച്ച ഒരു എത്തിമടി കിട്ടുന്നില്ല. ഒരു കാര്യം ഓർത്താ ബാലേന്ദ്രനും അലീനയുമാണ് ഇതിൽ ഏറ്റവും കൂടുതൽ നീതി കിട്ടേണ്ടവർ. നീതി കിട്ടാതെ പോയവരും അവര് തന്നെയാ. ഞാനേ അമ്മയൊന്ന് കാണട്ടെ. യാത്ര പറയണം. അമ്മേ കേറി വാടാ. നീ പോകാനൊരുങ്ങിയോ? ദിവസം എത്രയാമേ പോകണ്ടേ? ശരിയാ. എന്നാലും ഇന്നലെ വന്ന പോലെ തോന്നുവാ. ഇനിയും വരാലോ. വരണം. നീ വന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇവിടുത്തെ പല കാര്യങ്ങളും കുഴപ്പത്തിലാവും. നീ ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്നതെല്ലാം പ്രശ്നങ്ങളും ഉണ്ടായേനെ. അതെല്ലാം സോൾവ് ചെയ്തല്ലോ. ഇനി അമ്മ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാ വൈജയെ വേണ്ട പോലെ ഉപദേശിച്ച് നിലയ്ക്ക് നിർത്താനോ. അവള് ചിലപ്പോ അടുത്ത തീരുമാനങ്ങൾ എടുത്തെന്ന് വരും. നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. അവൾക്ക് ഡിവോഴ്സ് വേണമെന്നും മാറി താമസിക്കണമെന്നും ഒക്കെ തോന്നും. എല്ലാവരും കൂടി പറഞ്ഞ് തിരുത്തണം. ഞാൻ പറ്റുന്ന പോലൊക്കെ പറയാം. അവൾക്ക് ഈഗോ കൂടുതലാണ്. ബാലചന്ദ്രനോട് മല്ലടിക്കാൻ നിൽക്കരുതെന്ന് പറയണം. അതിനുള്ള യോഗ്യത അവൾക്കില്ല. അലീന ബാലചന്ദ്രന്റെ മകളാണെങ്കിൽ പോലും ഇല്ല. ആദ്യം സ്വയം അറിയണം അവനവൻ ആരാണെന്ന്. എന്നിട്ട് വേണം മറ്റുള്ളവരെ വിധിക്കാൻ. ആ പാഠം വൈജയ്ക്ക് കൂടെ കൂടെ പറഞ്ഞു കൊടുക്കണം. നീ പോയിട്ട് ഇനി എന്നാ മോനെ വരുന്നേ? വരാതെ പറ്റില്ലല്ലോ. വരും. പ്രശ്നങ്ങൾ തീർന്നിട്ടില്ല. അമ്മ കടപ്പാട്ടൂരോട്ട് മാറി താമസിക്കുന്നതാണ് നല്ലത്. എടാ വൈജയം കൂടെ അവിടെ ഇല്ലാത്തപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് പോകുന്നേ? ബാലചന്ദ്രൻ അതൊന്നും വിഷയമല്ല. അലീന ഉണ്ടല്ലോ അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ. അവളെ കൊണ്ടാ ഇനി എങ്ങനെയാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്? പഴയ പോലല്ലോ. ബാലേന്ദ്രന്റെ മോളല്ലേ? അലീനയ്ക്ക് അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നും ഇല്ലമ്മേ. ഞാൻ ഇറങ്ങിക്കോട്ട് പോയിട്ട് വരാം. സന്തോഷമായിട്ട്. ശരി. ഞാനിത് ഇറങ്ങുവാ. വന്നിട്ട് സംസാരിക്കാം. ഹായ്, അങ്കിളുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അലീന, ഞാനിന്ന് തിരിച്ചു പോവാ. എല്ലാരും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. അച്ഛനവിടെ ഉണ്ട്, മുകളിലാ. അയാള് താഴോട്ട് ഇറങ്ങിയില്ലേ? വൈകിയില്ലല്ലോ. പിന്നെന്താ? ഞാനും ചോദിച്ചു. അപ്പൊ അച്ഛൻ പറഞ്ഞത് അത് ഒരാൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുകയാണെന്ന്. ആർക്കു വേണ്ടി? അവിടുന്ന് ഇറങ്ങി പോയത് ആരാണോ അവർക്ക് വേണ്ടി. ഒരു റൂം ഒഴിച്ചിട്ടാ മതിയോ? മനസ്സിലും വേണ്ട ഇടം. ഗുഡ് മോർണിംഗ് മനേട്ടാ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. നീ എന്താ ചെയ്തോണ്ടിരുന്നെ? ഞാൻ പ്രോജക്ട് ചെയ്യായിരുന്നു. ഞാൻ ഈ ബാലചന്ദ്രനെ കണ്ടിട്ട് വരാം. സുഖാണോ? എനിക്കാരോടും വഴക്കൊന്നുമില്ലല്ലോ. സുഖം. ചായ? ഇവിടെ എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈസി, നോ ടെൻഷൻ. ഒരു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നില്ല. അതൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. പോയിരുന്നു പടി. മനുവേട്ടൻ എന്നാ മിണ്ടാതെ നിൽക്കുന്നത്? കൊല്ലപ്പള്ളിയിലെ വിശേഷങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. അവിടെ എല്ലാം അടങ്ങി വരുന്നേ ഉള്ളൂ. വെല്ലിച്ചന്റെ ഇടപെടലുകൊണ്ടാണ് തീവ്രവാദികളെല്ലാം ഒതുങ്ങിയത്. തീവ്രവാദികളോ? അതാരാ? അച്ഛനും കൊച്ചച്ഛനൊക്കെ തീവ്രവാദികളായിരുന്നല്ലോ. അവരെല്ലാരും ഇപ്പൊ മിതവാദികളാണ്. മാത്രമല്ല സമാധാനപ്രിയരുമായി. അതെല്ലാം ഞാൻ മാഡത്തിന്റെ മകളാണെന്ന് അറിഞ്ഞ ശേഷമുള്ള മാറ്റങ്ങളല്ലേ? അല്ലായിരുന്നെങ്കിലോ? അറിയാത്ത ചിലരുണ്ട് ഇപ്പോഴും. ടെററിസ്റ്റുകൾ. അമ്മ, ഹരി, രഞ്ജിനി, രോഹിത്, ബബിത അവരെല്ലാരും ആകെ അന്തം വിട്ടിരിക്കുക. എന്ത് സംഭവിച്ചു അറിയാതെ. മുത്തശ്ശിയോ? മുത്തശ്ശിക്ക് ചില കാര്യങ്ങൾ അറിയാം. എന്നാലും അലീന ബാലചന്ദ്രങ്ങളുടെ മോള് തന്നെയാ. കൊല്ലപ്പള്ളിക്കാർക്ക് ഇതിനോടുള്ള വിരോധം മാറിയല്ലോ. ആശ്വാസം. ഇവിടെ എന്നെ ഉണ്ട് ഗുഡ് ന്യൂസ്. ഞങ്ങൾ അച്ഛനും 2 പെൺമക്കളും അരിയൊക്കെ വെച്ച് വേവിച്ച് കഴിച്ച് കഴിഞ്ഞു ഓടുന്നു. അരി ഉണ്ടല്ലോ അല്ലേ? ഞാൻ വിരിച്ച് പട്ടിണിയായിരിക്കുന്നു. തീരുമ്പോ പറയണേ. മനുവേട്ടനെ 3-4 ദിവസമായിട്ട് കാണാനേ ഇല്ലായിരുന്നല്ലോ. ഈയോടി എന്നെ കാത്തിരിക്കുന്ന ഒരാള് ഇവിടെ വരുമ്പോ മാത്രം ചിരി വർത്താനം. ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പോ കമ്മ്യൂണിക്കേഷൻ ഷട്ടർ ഇടും. പിന്നെ ഒരു മിസ് കോൾ പോലും ഇല്ല. ഓർത്തിട്ട് വേണ്ടേ? അങ്ങനെ പറയല്ലേ മനുവേട്ട. ഞാൻ ഓർക്കാറുണ്ട് ഓരോ ദിവസവും എത്രയോ പ്രാവശ്യം. കാണാൻ തോന്നാറുണ്ടോ? ചേച്ചി, ഞാൻ വന്നത് ശല്യായോ? ആയി. ഞങ്ങളിവിടെ സ്വകാര്യമായിട്ട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു. എല്ലാം കലക്കി. ആഹാ, അങ്ങനെ ഇപ്പൊ പറയണ്ട. എന്റെ അലീന ചേച്ചി കൊല്ലപ്പള്ളിക്ക് അടിച്ചു മാറ്റെന്ന് വിചാരിക്കണ്ട. നടക്കൂല. കൃഷ്ണമോളെ വേണ്ട കേട്ടോ. അച്ഛൻ എന്തിയ മോളെ? അങ്കിളിനോട് സംസാരിക്കാം. ഇപ്പൊ വരും. ബാലേന്ദ്രൻ, നമുക്ക് ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. അതിൽ പാതിയും ജീവിച്ചു തീർത്തു. പകയും വൈരാഗ്യവും അമർഷവും ഒക്കെ മനസ്സിൽ വെച്ച് നീക്കിക്കൊണ്ടിരുന്ന എന്ത് കിട്ടും? വൈജിക്ക് എന്തെങ്കിലും ലാഭം കിട്ടും? ഇല്ല. നിന്റെ മക്കൾക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടാവും? അതുമില്ല. നീ വലിയ മനുഷ്യനാവുകയും നിന്റെ ബിസിനസ് തഴച്ചു വളരുകയും ചെയ്യും. ആ ശേഷമില്ല. വൈജിയെ നീയും കീരിയും പാമ്പും പോലെ ആയിത്തീരും. നിന്റെ മക്കൾ അവർക്ക് തോന്നിയ വഴിക്ക് പോകും. നിനക്കൊന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതെ നിന്റെ ബിസിനസ് മുരടിച്ച് നഷ്ടത്തിൽ ചെന്ന് വീഴും. മനസ്സമാധാനമില്ലാതെ നിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോകും. ആർക്ക് എന്ത് കിട്ടി? കേണകളിയൻ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചു. എല്ലാം സാരോപദേശങ്ങൾ, മഹത് വചനങ്ങൾ. ഞാൻ എന്ത് ചെയ്യണം? അതുകൂടെ പറഞ്ഞു തരണം മഹാശയ. നിനക്ക് വൈജിയോട് ക്ഷമിച്ചുകൂടെ ബാലേന്ദ്ര?
ഞാൻ എവിടെ പോയി ക്ഷമിക്കും? അഹങ്കാരത്തിന്റെ എവറസ്റ്റ് കയറി ഹുങ്കിന്റെ കൊടി പാറിച്ചു നിൽക്കുക നിങ്ങൾ അനിയെ. ക്ഷമിക്കാൻ തയ്യാറുള്ളവർ കൊടുമുടി കയറി വന്ന് എന്റെ കാല് പിടിച്ച് ക്ഷമിച്ചെന്ന് പറയൂ. ഇതല്ലേ മിസ്റ്റർ ഗംഗാധരമേനോൻ നിങ്ങളുടെ സഹോദരിയുടെ മനോഭാവം? ഞാൻ വൈജിയോട് സംസാരിക്കാം. നിങ്ങൾ എന്ത് സംസാരിക്കും? ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. നീ അയാളുടെ മുന്നിൽ ചെന്ന് സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് മാപ്പ് പറയണമെന്ന് നിർബന്ധിക്കോ? ആ നിമിഷം ഞാൻ അവളുടെ ഭർത്തൃപദം രാജിവെച്ച് ഇറങ്ങി. അല്ല, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല. എല്ലാം തുറന്നു പറഞ്ഞാൽ, അയ്യോ ബാലേന്ദ്രനോട് ഞാൻ ചെയ്ത ചതി അദ്ദേഹം അറിഞ്ഞല്ലോ, ഇനി ചെന്ന് കാല് വീണ് മാപ്പപേക്ഷിക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഓടി വന്ന് കാലിൽ വീഴുന്നവളല്ല വൈജ. നിങ്ങൾ പറഞ്ഞ പോലെ അവളും ഈ ബന്ധം മുറിച്ചു കളയുള്ളൂ. പിന്നെ എന്തർത്ഥത്തിലാ നിങ്ങൾ ചോദിച്ചത്? ക്ഷമിച്ചൂടെ? എന്നെ ചതിച്ചിട്ട് 23 വർഷക്കാലം എന്നെ വഞ്ചിച്ചിട്ട് ഞാനതെല്ലാം മറന്ന് അവളുടെ കാൽക്കൽ ചെന്ന് വീണ് മാപ്പരക്കണമെന്നാണോ? അങ്ങനെയല്ല ബാലേന്ദ്ര, അവളോട് കുറച്ചുകൂടി നയത്തിലും മയത്തിലും പെരുമാറിക്കൊണ്ട് ഒരു അനുരഞ്ജനത്തിനുള്ള വഴി. എനിക്ക് പട്ടിയില്ല ഇവിടെ. ഉണ്ടായിരുന്നെങ്കിൽ അയക്കായിരുന്നു അനുരഞ്ജനത്തിന്. ഹോസ്പിറ്റലിൽ നിന്ന് അവൾ പുറത്തു വരാൻ ഇനിയും ആഴ്ചകൾ കഴിയും. അതിനിടയ്ക്ക് അവൾക്കൊരു മാറ്റം വന്നുകൂടുന്നില്ല. വരും മാറ്റം വരും. മാറാൻ വേണ്ടി അവൾ ആലോചിക്കുന്നുണ്ട്. വേറൊരു വീടെടുത്ത് ഞാനുമായിട്ടുള്ള വിവാഹ ബന്ധത്തിൽ നിന്ന് മാറാൻ. ഞാൻ എന്താണോ അവളോട് ചെയ്യേണ്ടത് അത് അവൾ എന്നോട് ചെയ്യുന്നു. ഈങ്കാലും അനക്കാ വയ്യ. കിടന്ന കിടപ്പിലാണ് മലമൂത്ര വിസർജനം. പക്ഷെ മനസ്സിലിരിപ്പ് കുടുംബ കോടതിയിൽ പോയാൽ എങ്ങനെ കേസ് ചെയ്യിക്കാന്ന? ഏത് സമയത്ത് ജനിച്ചു കിണലെ നിങ്ങളുടെ തറവാടിൽ ഇങ്ങനെ ഒരു സാധനം? അവള് ഫാമിലി കോർട്ടിലോട്ട് വരട്ടെ. നിങ്ങൾ 3 ആങ്ങളമാരും സാക്ഷിയായിട്ട് വരണം. അമ്മയെ കൂടെ വിളിച്ചോ. എനിക്കൊരൊറ്റ സാക്ഷിയേ ഉള്ളൂ, അലീന. അവളെ കൂട്ടിക്കൊണ്ട് ഞാൻ വരാം. നമുക്ക് അവിടെ വെച്ച് തീർക്കാൻ. ബാലേന്ദ്ര, വൈജിക്ക് നിന്നോടുള്ള വിദ്വേഷവും അകൽച്ചയും പരമാവധി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഞങ്ങൾ. ഹോസ്പിറ്റലിൽ നിന്ന് പോകാറാകുമ്പോഴേക്കും അവളെ സമാധാനിപ്പിച്ച് ഈ വീട്ടിലേക്ക് തന്നെ മടക്കി കൊണ്ടുവരാന്നുള്ളതാ ഞങ്ങളുടെ പ്ലാൻ. അതിനിടയിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ നീ ഓരോന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യരുത്. നിന്റെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാ പറയുന്നേ. എനിക്ക് എരുതിയിൽ എന്നെ ഒഴിക്കണം കേട്ടാ. അതാണ് എനിക്കിപ്പോ ഒരു രസം. എന്റെ ജീവിതം കോഞ്ഞാട്ട കത്തിച്ചിട്ട് നിങ്ങളിപ്പോ എന്റെ കുടുംബം നന്നാക്കാൻ നോക്കണം. വൈജയെ എങ്ങനെയൊക്കെ പ്രകോപിപ്പിക്കാമോ അങ്ങനെയൊക്കെ ഞാൻ പ്രകോപിക്കും. അഹങ്കാരം കൊണ്ട് തലയ്ക്ക് മത്ത് പിടിച്ച് അവള് പല വൈകൃതങ്ങളും കാണിക്കും. അപ്പോഴൊക്കെ അടക്കി നിർത്താനേ നിങ്ങൾ 3 ആങ്ങളമാരും ഓടി എത്തേണ്ടി വരും. നിങ്ങളും കുറച്ച് അനുഭവിക്കാനുണ്ട്. ബാലേന്ദ്രൻ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നോട് കാണിച്ച ചതിക്ക് ഞാൻ കണക്ക് ചോദിക്കും കേട്ടാ. അവളുടെ ഒടുവിൽ ഫാമിലി കോർട്ടിലോട്ട് ഓടി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഞാൻ അവിടെ വെച്ച് തൊലിയുരി. ഇത്രമാത്രം പകയുണ്ടോ ബാലൻ നിന്റെ ഉള്ളിൽ? ഉണ്ട്. നിങ്ങളെ കണ്ടിട്ടില്ല, കാണാൻ പോകുന്നത്. ഒരു വാക്ക് ഞാൻ തരാം. ഞാനായിട്ട് ഒരു ദ്രോഹം നിങ്ങളുടെ പെങ്ങളോട് ചെയ്ത് അവളുടെ നാശം അവളെ തന്നെ കണ്ടുപിടിച്ചു. അവളുടെ ശവക്കുഴി അവള് തന്നെ തോണ്ടും. എന്നിട്ട് അവള് തന്നെ അതിൽ ചെന്ന് വീഴും. ഞാൻ വെറുതെ ഇരുന്നാ മതി. എനിക്കിനി ഒന്നും പറയാനില്ല. തിരിച്ചു പോവാൻ ഞാൻ യാത്ര പറഞ്ഞിട്ട് പോവാന്ന് കരുതി. അങ്ങനെ ആയിക്കോട്ടെ. അധികം വൈകാതെ പെങ്ങളെ തിരിച്ചു വിളിച്ച് വരുത്തിക്കോളൂ. ശരി, കാണാം. അതെ, അലീന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിണ്ടാവും. കഴിച്ചിട്ടേ പോവാവൂ. പെങ്ങളുടെ മോളാണെന്നുള്ള കാര്യം ഓർമ്മ വേണം. അലീനയ്ക്കെതിരെ ഇത്രയും ചെയ്തു വെച്ചവൾക്ക് അവൾ സ്വന്തം മകളാണെന്ന് സത്യം താങ്ങാൻ പറ്റൂ? ഞാൻ ഹോസ്പിറ്റലിൽ വരുന്നത് ചികിത്സാ സംബന്ധമായി അവൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അറിയാൻ, അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി. അല്ലാതെ കാപട്യത്തിന്റെ മുഖം മൂടിയിട്ട് കിടക്കുന്ന ആ സ്ത്രീയോടുള്ള പ്രേമം കൊണ്ടൊന്നുമല്ല. അറിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചവരെല്ലാം അറിഞ്ഞു. അറിയണമെന്ന് ഞാൻ ആഗ്രഹിച്ച ആള് മാത്രം അറിഞ്ഞിട്ടില്ല. സ്വന്തം മകളോടാണ് ഇങ്ങനെ ചെയ്യുന്നത്.